തരം യാത്രക്കാർ, ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹനമുള്ള എല്ലാവരെയും, കാറുകളുള്ളവർ പോലും കാർ ഉപേക്ഷിച്ച് KSRTC വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡേണൈസേഷൻ നടത്തിയത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയൊരു ഇടപെടലിനകത്തൊരു കാര്യം. ഏതാണ്ട് 130 കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് KSRTC. ഈ വർഷം 108 കോടി, കഴിഞ്ഞ വർഷത്തെ 22 കോടിയും ചേർത്തുകൊണ്ടാണ് ഈ വണ്ടികൾ. തുടർച്ചയായി അടുത്ത 6 മാസം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ബസ് ഡിപ്പോകളിലേക്ക് ഈ വണ്ടികൾ പോകും. എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസായിരിക്കും, അന്തർ സംസ്ഥാന സർവീസായിരിക്കും. ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ കയറിയ പുതിയ വണ്ടി അടക്കം എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരിൽ ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിൽ മൈസൂരിൽ നിന്നൊക്കെയുള്ള ഓട്ടത്തിൽ നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി പുതിയ വണ്ടി തന്നെ ഉപയോഗിച്ചു. നമ്മൾ ഇത്രയും കാലം നമ്മുടെ വണ്ടി വളരെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പലരും അവിടുത്തെ മലയാളി സംഘടനകളിൽ തന്നെ പലരും വന്ന് ഭാരവാഹികൾ കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ ദയനീയമാണ്. ഒരു നല്ല വണ്ടി ഇടണം എന്ന് കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാധിച്ചൊരിത്തിരി സന്തോഷമുണ്ട്. KSRTCയുടെ CMD ശ്രീ പ്രമോദ് ശങ്കറിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെ നല്ല നിലയിൽ KSRTC എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും വളരെ നിങ്ങൾ പണ്ട് കണ്ട KSRTCയുടെ ജീവനക്കാരല്ല, ഉദ്യോഗസ്ഥരല്ല, അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണ്.